അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ ദിവസം വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഷമ്മാസ് ഉറക്കമുണർന്നത്. പടച്ചോനെ, എൻ്റെ ഹിജാബി എന്നോടിതാ സ്നേഹം പ്രകടിപ്പിച്ചിരിക്കുന്നു. അവളുടെ മനസ്സിൽ വെറുപ്പൊന്നുമില്ല, എന്നോട് വളരെയധികം സ്നേഹമാണ് എന്നെനിക്ക് മനസ്സിലായി. പാവം, എൻ്റെ ഫോണിൽ നിന്ന് പോയ ആ ഒരു മെസ്സേജാണ് അവളുടെ സങ്കടമാകെ അല്ലെങ്കിൽ ജീവിതമാകെ വിഷമിക്കാൻ കാരണം. അത് മാത്രമാണ്. അതിനുവേണ്ടി ഞാൻ അവളോട് മാപ്പ് ചോദിക്കുകയും ചെയ്യും. ഇനി ഒന്നുകൂടി ശരിക്കും അവളോട് മനസ്സറിഞ്ഞ് മാപ്പ് ചോദിക്കണം. ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ അവളെ ഒന്ന് നേരിൽ കണ്ട് മാപ്പ് പറയണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്ന് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിനോട് ഒരുപാട് പ്രാർത്ഥിച്ച് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഷമ്മാസ് പള്ളിയിലേക്ക് പോയത്. ഉസ്താദിനെ കണ്ട് സലാം പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, ഷമ്മാസ്, ഇന്ന് മുഖം നല്ല തെളിച്ചമാണല്ലോ, എന്തു പറ്റി? എന്തോ ഒരു സന്തോഷമുണ്ട്. ഉസ്താദേ, അൽഹംദുലില്ലാ, റാഹത്താണ് ഇപ്പോൾ. ഷമ്മാസ്, അത് കേട്ടാൽ മതി. നിൻ്റെ ആ വിഷമുള്ള മുഖം അത് ശരിക്കും പറഞ്ഞാൽ കാണാനേ കഴിയൂല കേട്ടോ. ഉസ്താദേ, നമ്മുടെ മനസ്സ് ക്ലിയർ ആയാൽ പിന്നെ നമ്മുടെ മുഖത്ത് സന്തോഷമല്ലേ? അല്ല ഉസ്താദേ, നാളെ സുബഹിക്ക് വരുന്നവർക്കൊക്കെ ഒരു ചായയും കടിയും കൊടുക്കണം കേട്ടോ. സുബഹി നിസ്കാരത്തിന് എത്തുന്നവർക്കൊക്കെ അവരത് കഴിച്ചു പോയിക്കോട്ടെ. എന്താ ഷമ്മാസ്, പ്രത്യേകിച്ച് എന്താ സ്പെഷ്യൽ എന്താ ഉണ്ടല്ലോ? ഒന്നുമില്ല ഉസ്താദേ, ആ ടൈമിന് നമ്മുടെ കൈകൊണ്ടൊരു ചായ കൊടുക്കുമ്പോൾ അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണല്ലോ. ശരിയാണ് മോനെ, നീ പറഞ്ഞത് വളരെയധികം ശരിയാണ്. ആയിക്കോട്ടെ. അല്ല ഉസ്താദേ, അത് സുബഹിക്ക് ഇവിടെ എത്തുന്ന രീതിയിൽ ഏൽപ്പിച്ചാൽ പോരെ? എല്ലാം ഷമ്മാസിൻ്റെ ഇഷ്ടം, എങ്ങനെയാണെങ്കിലും ആവാം. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഷമ്മാസിന് മനസ്സിൽ സന്തോഷമുണ്ടായാൽ എന്തെങ്കിലും പള്ളിയിലേക്ക് ഹദിയ ചെയ്യുക അത് പതിവാണ്. ഉസ്താദിന് അത് ശരിക്കും അറിയാമായിരുന്നു. എന്താ അറിയില്ല, ഷമ്മാസിന് ഇന്ന് നല്ല ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖം വളരെയധികം പ്രസന്നമായിട്ടുമുണ്ട്. അന്ന് സന്തോഷത്തോടു കൂടി പള്ളിയിൽ നിന്ന് ഷമ്മാസ് വീട്ടിലേക്ക് പോയി ഉമ്മയോട് വിശേഷങ്ങൾ പങ്കുവെച്ച് അതാ ഉമ്മയോടൊപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുന്നു. മോനെ, എൻ്റെ മോനിന്ന് പാട്ടൊക്കെ പാടിക്കൊണ്ടാണല്ലോ. എന്തു പറ്റി? അന്ന് ഷമ്മാസത ഏറ്റവും പുതിയ ഡ്രസ്സാണ് ധരിക്കുന്നത്. ബ്ലാക്ക് പാൻറ്റും അതിലേക്ക് ഇളം പച്ച ഷർട്ടും. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഇതെങ്ങനെയുണ്ട്? മോനെ, അടിപൊളിയാണ്. പിന്നെ എൻ്റെ മോനെ എന്തിട്ടാലും നല്ല ഭംഗിയാണല്ലോ. ഉമ്മ, എന്നെ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ സുഖിപ്പിക്കല്ലേ. അല്ല മോനെ, ഇന്ന് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളുണ്ടോ? ഇന്ന് എൻ്റെ കുട്ടി നല്ല ഹാപ്പിയാണ്, അതുപോലെ തന്നെ നല്ല രീതിയിലാണല്ലോ. എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ മോനെ? ഫസീല അതെല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു. പുതിയാപ്പിള ഇറങ്ങണ പോലെ അവൻ്റെ ഇറക്കം ആരെ കാണാനാവോ? എന്തൊക്കെ തന്നെയായാലും അവൻ്റെ അത് ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇനി അവളെ കാണാൻ അവൻ പോവില്ല. എന്താന്നില്ലേ, ഞാൻ പറഞ്ഞ കാര്യം അനുസരിക്കാതെ മറ്റുള്ള പെണ്ണുങ്ങളെയാണ് ഓനക്ക് ഇഷ്ടം. നല്ലൊരു മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൾ വല്ലാതെ അങ്ങോട്ട് ചായാൻ വരില്ല, അങ്ങനെ അങ്ങോട്ട് ഒഴിഞ്ഞു പോട്ടെ. എങ്ങനെയായാലും എന്തൊക്കെ തന്നെ ആയാലും ഇന്ന് ആങ്ങളോട് പറയണം ഷോപ്പിലേക്കെങ്കിലൊന്ന് ചെല്ലാൻ, വീട്ടിലേക്ക് വന്നിട്ടില്ലെങ്കിലും. എന്തായാലും വേണ്ടിയില്ല. ഷമ്മാസ് അതാ നല്ല കുട്ടപ്പനായി അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് അതാ ഇറങ്ങുന്നു. ഉമ്മ അത് സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നു. ഉമ്മ, ഷോപ്പിലേക്ക് പോരുന്നോ? മോനെ, വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വേണ്ട, പിന്നാക്ക. ഉമ്മ, പോരണമെങ്കിൽ പോര്, അതിനെന്താ? മോനെ, മറ്റേ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് നമുക്ക് പോവാം കേട്ടോ, അതായിരിക്കും നല്ലത്. ശരി ഉമ്മ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. ഷമ്മാസ് പോകുന്നത് ഉമ്മ ആകാംക്ഷയോടെ നോക്കിയൊന്നു. പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടി നല്ലൊരു പ്രായമാണിപ്പോൾ, പെണ്ണ് കെട്ടാൻ നല്ല പ്രായം. ഇപ്പോൾ ശരിക്കും നല്ലൊരു പെണ്ണിനെ കൂടി വേണം ഓൻ്റെ ജീവിതത്തിക്ക്. അതാണ് ഇപ്പോൾ വേണ്ടത് അത്യാവശ്യമായിട്ട്. പഠിച്ചവനെ, എൻ്റെ കുട്ടിക്ക് ഹൈറായൊരു പെൺകുട്ടിയെ കൊടുക്ക് റഹ്മാനെ. നുസൈബയെ കല്യാണം കഴിപ്പിക്കാനൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അവൻ അതിന് വല്ലാതൊരു മുൻതൂക്കം കൊടുത്തില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ നിർബന്ധിച്ച് അങ്ങനെ ചെയ്യിപ്പിക്കാൻ പാടില്ലല്ലോ. എന്തായാലും എൻ്റെ കുട്ടി പറഞ്ഞിട്ടുണ്ട്, അവരുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കും, പക്ഷേ വിവാഹം കഴിക്കാൻ ഉമ്മ അത് ഞാൻ ചിന്തിച്ചിട്ടില്ല അതിനെക്കുറിച്ച് എന്ന്. എന്തായാലും വേണ്ടിയില്ല, സംരക്ഷണം ഉണ്ടാവുമല്ലോ. എൻ്റെ കുട്ടി പറഞ്ഞാൽ പിന്നെ വാക്കാണ്, അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓനെയും കുട്ടി ഇങ്ങനെ കാണാൻ പോകാം, അല്ല എന്ത് ചെയ്യുക. മറ്റേ കല്യാണം
ഓൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിക്ക് വല്ലാത്തൊരു സങ്കടമുള്ള സംഭവമാണ്. അത് പഠിച്ചോനെ എന്തൊക്കെയാണാവോ. പിന്നെ ഒരു പെൺകുട്ടിൻ്റെ ജീവിതമല്ലേ, നമ്മൾ വാശി പിടിച്ച് കെട്ടിക്കണ്ടെന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റൂരല്ലോ. നമ്മളെ മോനെ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടി. അപ്പോൾ വീണ്ടും മറ്റൊരു കല്യാണം വരുമ്പോൾ അത് വേണ്ട ചെയ്യണ്ടെന്ന് പറയാൻ നമുക്ക് ഒട്ടും അവകാശമല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ മോൻ എന്ത് പണി ചെയ്തതെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയും കൊടുക്കണ്ടേ? അവരങ്ങനെ ചോദിക്കൊന്നുമില്ല, നല്ല ക്ഷമയുള്ള ആൾക്കാരാണ്. എന്നാലും ഒരു കരുതൽ വേണ്ടേ? ഷമ്മാസ് അതാ കാർ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഷമ്മാസിന് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ ആ പോക്ക്. സുബഹിന്റെ പുലരൊളി നീളെ സുവർഗം നീ കാട്ടുമ്പോൾ കരിമിഴിയിൽ സുറുമ വരയ്ക്കാൻ അരികിൽ നീ എത്തുമ്പോൾ വിറവിറയ്ക്കും. ഷമ്മാസ് പതുക്കെ മൂളിപ്പാട്ട് പാടുകയാണ്. എന്തെന്നില്ലാത്ത ഒരു സന്തോഷം മനസ്സിനകത്ത്. കുറച്ച് ദിവസം വല്ലാതെ ഹൃദയം വേദനിക്കുകയായിരുന്നു. അതെ, ഒന്നും ആവശ്യമില്ലായിരുന്നു, ഒന്നിനും ആഗ്രഹമില്ലായിരുന്നു. എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് രക്ഷപ്പെടണം. അതെ, സൗദിയിലേക്ക് പോകണം, അവിടെ ഒന്ന് സെറ്റിൽഡ് ആണോ, എല്ലാ വിഷമങ്ങളും മറക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഇതാ വീണ്ടും നാടിനോട് തന്നെ ഇഷ്ടം തോന്നുകയാണ്. ഈ നാട്ടിലിങ്ങനെ കഴിയുമ്പോൾ, അതും തൻ്റെ ഹിജാബിയെ ഓർത്തുകൊണ്ട് കഴിയുമ്പോൾ അത് വല്ലാത്തൊരു രസമാണ്, അത് വല്ലാത്തൊരു സുഖമാണ്. സത്യം പറഞ്ഞാൽ ഷമ്മാസിന് ആ ദിവസം വളരെയധികം ഇഷ്ടപ്പെട്ടതായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഹിജാബി എത്തുന്നതിന് മുമ്പായിട്ട് അവിടെ എത്തണം. അവിടെ എത്തിയിട്ട് അവളെ ഒന്ന് കൺകുളിർക്കെ കാണണം. അവളുടെ ആ മനോഹരമായ കണ്ണുകൾ അതൊന്ന് കാണണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പറ്റുമെങ്കിൽ ഒന്ന് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അവൾ അതിനൊന്നും കൂട്ടാക്കില്ല, എനിക്കറിയാം. അവൾക്ക് ഭയമാണ്. അവൾ പറയും ഇതൊന്നും പാടില്ല ഒരിക്കലും, അത് ഹലാലായതിന് ശേഷം മാത്രം എന്നവൾ പറയും. അതെനിക്ക് ഉറപ്പുണ്ട്, അത് മതി. എനിക്ക് സന്തോഷമാണ് അവളുടെ ആ ഒരു സംസാരം. അങ്ങനെയാകുമ്പോൾ അത് ഞാൻ നിർബന്ധിക്കുന്നില്ല, വേണമെങ്കിലാവാം. എങ്കിലും സന്തോഷത്തോടെയുള്ള അവളുടെ ആ ഒരു മനോഹരമായ ആ സുറുമ എഴുതിയ കണ്ണുകൾ കൊണ്ടുള്ള ആ ഒരു നോട്ടുണ്ടല്ലോ, അത് മതി. അതെൻ്റെ ഇടനെഞ്ചിലാണ് ചെന്ന് തട്ടുക. എനിക്ക് വളരെയധികം റാഹത്താണ്. അപ്പോൾ ഷമ്മാസ് തൻ്റെ ഹിജാബിയെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് അതാ വാഹനം ഓടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇനി കുറച്ച് സമയം മാത്രമുള്ളൂ ഹിജാബിയെ കാണുവാൻ. ഷോപ്പിലെത്തി ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവളുടെ ആ ഒരു ബസ് വരും. ആ ഒരു ബസ്സിൽ നിന്ന് ഒരുപാട് കുട്ടികൾ അങ്ങനെ ഇറങ്ങും. അതിനിടയിൽ മനോഹരമായ മിഴികളിൽ സുറുമ വരച്ച ആ ഒരു കണ്ണ്, ആ ഒരു കണ്ണുള്ള പെൺകുട്ടി അതിൽ നിന്നിറങ്ങും. അതിൽ ആ സുറുമ എഴുതിയ കണ്ണുകൾ കൊണ്ട് എന്നെ ഒരു നോട്ടം, അത് മതി എനിക്ക്. എൻ്റെ മനസ്സ് നിറഞ്ഞു പോകും. ഷമ്മാസ് ഓരോന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതാ പോവുകയാണ്. ഇനി 5 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ ബൈത്തുകൾ. എൻ്റെ ഹിജാബിയെ കാണാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഷമ്മാസ് ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ അതാ ഷോപ്പിൻ്റെ അടുത്തേക്ക് വരുന്നു. ഷോപ്പ് എത്തിയപ്പോൾ സ്റ്റാഫെല്ലാം ഷമ്മാസിനെ സ്വീകരിച്ചു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആഹാ, മുതലാളി ഇന്ന് ലുക്കായിട്ടുണ്ടല്ലോ. ഹോ, എന്തൊരു ഭംഗിയാണ് കാണാൻ, എന്തൊരു മൊഞ്ചാണ്, നല്ല അടിപൊളി ഡ്രസ്സൊക്കെ. ആ, ചിലവ് വേണട്ടോ. പൊന്നു മക്കളെ, നിങ്ങൾക്ക് ചിലവോ? അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെയല്ലേ. അല്ല, ഇന്നെന്താ പെണ്ണ് കാണാൻ പോകുന്നുണ്ടോ? പെണ്ണ് കാണാൻ പോകുന്ന ഒരു ലുക്കൊക്കെ ഉണ്ടല്ലോ. ശരിക്കും എന്താടാ ലുക്ക്? അല്ലേ, മൊത്തത്തിൽ ഒന്ന് കളറായിട്ടുണ്ട്. ആ, ഇടയ്ക്കൊക്കെ ഒന്ന് ലുക്കാവണ്ടേ, നിങ്ങളുടെ ഇടയിലേക്ക് ഒന്ന് കഴിഞ്ഞു പോകണ്ടേ. ഹോ, നമ്മളെ മുതലാളി പൊളി ലുക്കല്ല മോനെ. എന്ത് മുതലാളി സ്പെഷ്യലായിട്ട് പെണ്ണ് കാണാൻ പോകണ്ടോ? പെണ്ണ് കാണാനൊന്നും പോകാനില്ല, പെണ്ണ് ഇവിടെ നിന്ന് കണ്ടാൽ പോരെ. ആഹാ, അത് മനസ്സിലായി. അതല്ല, അപ്പോൾ പിണക്കങ്ങളും ഒക്കെ മാറിയോ? അവൾ പോയി എന്നോ, അവളുടെ വിവാഹം നിശ്ചയിച്ചു എന്നോ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിരുന്നു. അതൊന്നും എനിക്കറിയില്ലടാ. നമുക്ക് പെണ്ണ് കാണാലോ, ഇവിടെന്നോ എവിടുന്നെങ്കിലൊക്കെ കാണാലോ. എന്തിനാ മുതലാളി ഞങ്ങളോട് മറച്ചു വെക്കുന്നത്? സത്യത്തിൽ അവൾ നിങ്ങൾ വിട്ടുപോയോ? അങ്ങനെയൊക്കെയാണല്ലേ പറഞ്ഞു കേട്ടത്. എടാ, നമുക്ക് പഠിച്ചോൻ വിചാരിച്ചാലേ
അത് നമുക്ക് നൽകും. വിചാരിച്ചില്ലെങ്കിലോ അതങ്ങ് തട്ടിത്തെറിച്ച് പോവുകയും ചെയ്യും എന്ന് കരുതി നമ്മളങ്ങനെ ഒരുപാട് ടെൻഷനായി നിൽക്കാൻ പാടില്ലല്ലോ. എന്നിട്ടിപ്പോൾ 2-3 ദിവസം ടെൻഷനായിരുന്നല്ലോ മുതലാളിക്ക്. ആകെ ഒരു മൂഡ് ഓഫും ഒക്കെ. ചില സമയത്ത് പഠിച്ചോ നമുക്ക് ദുഃഖം നൽകും, ചില സമയത്ത് സന്തോഷം നൽകും. അതിലൊക്കെ നമ്മുടെ മനസ്സ് പിടിച്ചു നിർത്തണം, ക്ഷമിക്കണം. പക്ഷേ എന്തൊക്കെ തന്നെയായാലും മനസ്സിന് വല്ലാത്ത വേദനയുണ്ടാകും, അത് മുഖത്ത് നിഴലിക്കും. നിങ്ങളൊക്കെ അതാണ് കാണുന്നത്, ശരിയല്ലേ? എന്തായാലും ഇന്ന് നിങ്ങൾ ഹാപ്പി ആയിട്ടുണ്ടല്ലോ, അത് മതി. ചിലവ് വേണം കേട്ടോ മക്കളെ. ചിലവ് എന്താ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചുകൊണ്ട് ഒന്ന് ഉച്ചയ്ക്ക് പോയിട്ട് കേട്ടോ. നമ്മുടെ മുതലാളി മുത്തല്ലേ? അല്ല മുതലാളി, നമ്മുടെ അടുത്ത ഷോപ്പ്. പിന്നെ ആദ്യമേ പറഞ്ഞേക്കാട്ടോ, ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ മുതലാളി അവിടെ പോകരുത്, ഇവിടെ തന്നെ നിൽക്കണം. മക്കളെ നോക്കട്ടെ, ഞാൻ ഇവിടെ നിൽക്കും അവിടെ നിൽക്കും, രണ്ടിടത്തും കൂടെയൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാൻ എനിക്ക് പറ്റുള്ളൂ. വേറെ പല ബിസിനസ്സും നോക്കണേ, ഇതിപ്പോൾ മാത്രം ഇരുന്നാൽ പോലല്ലോ. ആയിക്കോട്ടെ. എന്തൊക്കെ തന്നെയായാലും നിങ്ങളെ കാണുമ്പോൾ, നിങ്ങളുണ്ടാകുമ്പോൾ ഒരു ബിസിനസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു ഷോപ്പ് നല്ല ക്ലിക്കാവും. ഇല്ലെങ്കിലോ കുറച്ച് ലോസായിരിക്കും. ഞാൻ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാവുമല്ലോ. ഇൻഷാ അല്ലാ നമുക്കെല്ലാം സെറ്റാക്കണം. അല്ല മുതലാളി, ഞങ്ങളോട് ഒന്ന് സത്യം പറഞ്ഞൂടെ? സത്യത്തിൽ പെണ്ണ് കാണാൻ പോകുന്നുണ്ടോ ഇന്ന്? ഇല്ല മക്കളെ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? കുറച്ച് കഴിഞ്ഞപ്പോഴേതാ ഷമ്മാസ് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു. സ്റ്റാഫ് അത് പറഞ്ഞു, എടാ അവൾ പോയി എന്നൊക്കെ അല്ലേ പറഞ്ഞു കേട്ടത്, ഇപ്പോഴെന്തിനാ നമ്മുടെ സാറ് പുറത്തിറങ്ങിക്കള്? അറിയില്ല, എന്താണാവോ. ഷമ്മാസിന് അവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പൊറുതി ഇല്ലായിരുന്നു. അവൻ എണീറ്റ് വരാന്തിയിലേക്ക് നടന്നു. അന്ന് നുസൈബാക്ക് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വല്ലാത്തൊരൊരുക്കം. ഉമ്മ പറഞ്ഞു, എൻ്റെ പെണ്ണേ, ഇന്നിപ്പോൾ എന്താ എനിക്ക് ധൃതിയൊന്നുമില്ലേ? എൻ്റെ ബസ് പോകാനായിട്ടുണ്ടാവും, വേഗം പോയിക്കോ. ഇന്നിപ്പോൾ എന്താ കണ്ണാടിൻ്റെ മുമ്പ് നിന്ന് ഇങ്ങോട്ട് പോരുന്നില്ലല്ലേ? എന്താപ്പോൾ അത്? മറ്റേത് എനിക്ക് അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലായിരുന്നോ? വേഗം കുളിയും കഴിഞ്ഞ് മുടിയും വാർന്ന് കെട്ടി ഡ്രസ്സൊക്കെ നിന്ന് മാറി, പിന്നെ ഇപ്പോൾ ഒരു ചുരിദാറും മേലൊരു പർദ്ദയും ഒക്കെ ഇട്ട് അങ്ങോട്ട് കെട്ടിപ്പോയി ഞാൻ പോകും. ഇന്നിപ്പോൾ എന്താ കണ്ണാടിൻ്റെ മുമ്പിൽ കുറേ നേരം ഉണ്ടല്ലോ കഴിച്ചു കൂട്ടണേ. ഇന്ന് എന്തൊക്കെയോ ഇടുന്നുണ്ടോ? ഉമ്മ, എൻ്റെ കണ്ണിലൊന്ന് സുറുമ എഴുതിയതാണ്. ചിലർ പറയും, എടി നിൻ്റെ കണ്ണ് വെള്ളാരം കണ്ണാണ്, അതുകൊണ്ട് തന്നെ സുറുമ ഇടുമ്പോൾ അതിന് വല്ലാത്ത ഭംഗിയാണ് എന്നൊക്കെ. അതുകൊണ്ട് ഇടുകയാണമ്മ. മോളെ ഇട്ടോ, അതിനെന്താ കുഴപ്പമൊന്നുമില്ലല്ലോ. ഹിജാബൊക്കെ ഇടുന്നതല്ലോ. അല്ലെങ്കിൽ ഹിജാബ് ഇടുമ്പോഴേ ഒരു കണ്ണിനൊരു പ്രത്യേകമായിട്ട് ഒരു ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ അല്പം സുറുമ എഴുതുന്നതൊക്കെ നല്ലതാണ്. ഉമ്മ, ശരിക്കും പറഞ്ഞാൽ ഐലൈനറാണ് ഇടേണ്ടത്. അതാവുമ്പോൾ നല്ല കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കും. പക്ഷേ ഒന്നും കൂടെ നല്ലത് സുറുമയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിടുന്നത്. മനോഹരമായ ആ കണ്ണുകളിൽ സുറുമ എഴുതിക്കൊണ്ട് ഹിജാബ് മുറുക്കി കെട്ടി ബാഗുമെടുത്ത് അതാ നുസൈബ വീട്ടിൽ നിന്നിറങ്ങുന്നു. ഉമ്മ, എന്നാൽ ഞാൻ പോട്ടെ കേട്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോളെ ശ്രദ്ധിച്ച് പോനട്ടോ. കല്യാണം ഉറപ്പിച്ച പെണ്ണല്ലേ? അത് കേട്ടപ്പോൾ നുസൈബ പറഞ്ഞു, ഉമ്മ എന്തിനു നിങ്ങൾ ഈ പാട്ട് പാടുന്നത്? എനിക്കറിയാലല്ലോ. എന്നാൽ ശരി മോളെ, പോയിക്കോ, നല്ല രീതിയിൽ പോണേ, നല്ല ശ്രദ്ധിക്കണം കേട്ടോ. കുറേ ആൾക്കാരുണ്ടാവും പിന്നാലെ കൂടാനൊക്കെ, കുറേ ചെക്കന്മാരുണ്ടാവും പലതും പറയാനും വശീകരിക്കാനും. അതിനൊന്നും മോള് വീഴരുത് കേട്ടോ. നല്ല രീതിയിൽ പോകണം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ, എന്താണ്, മുള്ള് ഇലയിൽ വീണാലും ഇല മുള്ളിൽ വീണാലും കുറ്റക്കാർക്കാണ്? മുള്ളിന്. അതെ, അപ്പോൾ പെൺകുട്ടികളെ മുള്ളിൻ്റെ രീതിയിലാണ് ചിത്രീകരിക്കുക. ആണുങ്ങളെ ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ ചെയ്ത് കാട്ടിക്കൂട്ടിയാലും അവർക്കൊരു വിഷയമില്ലേ. അവർക്കെന്ന് വെച്ചാൽ എന്താ, അവർക്ക് എന്തായാലും വേറെ പെണ്ണിനെ കിട്ടും. പക്ഷേ ഒരു പെൺകുട്ടി എന്തെങ്കിലും ചീത്തപ്പേര് കേൾപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? അത് കാലാകാലം ആ ഒരു പേര് അവിടെ ബാക്കിയാവും. പിന്നെ അതുമല്ല, പെണ്ണുങ്ങളെന്ന് പറഞ്ഞാലേ ഒരു സ്ഫടികം പോലെയാണ്, അത് നിലത്ത് വീണാൽ പൊട്ടിപ്പോവും. അത്രയ്ക്കും സൂക്ഷിച്ച് നമ്മൾ പെരുമാറണം. അതാണ് പെണ്ണുങ്ങൾ. ഉമ്മ, അറിയാം, എനിക്കെല്ലാം അറിയാം. ഉമ്മ അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണല്ലോ. ഉമ്മയുടെ എന്നത്തും പോലത്തെ ആ ഒരു ഉപദേശവും കേട്ട് അതാ നുസൈബത്തേക്ക് ഇറങ്ങുന്നു. ഉമ്മാക്ക് എന്നും പറയാനുണ്ടാവും ഇതിനെക്കുറിച്ച് കുറച്ച് വയല്. അത് മറ്റൊന്നുമല്ല, കാരണം അവർക്ക് മനസ്സിൽ വല്ലാത്ത ഭയമായിരിക്കും. പെൺകുട്ടികളല്ലേ, എന്തെങ്കിലും പറ്റിപ്പോകുമോ എന്നുള്ളൊരു ഭയം. അതുകൊണ്ടാണ് ഉമ്മ പലവട്ടം അത് ഉപദേശിക്കുന്നത്. നുസൈബ അതാ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നു.
അവളുടെ ഇന്നത്തെ യാത്രയ്ക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്, ആകാംക്ഷയുണ്ട്, എന്തൊക്കെയോ ഒരു സന്തോഷം. മറ്റത് കുറച്ച് ദിവസമായിട്ട് ആകപ്പാടെ ഒരു മൂകതയായിരുന്നു. ഒന്നിനും തോന്നുന്നില്ലായിരുന്നു. മൊത്തത്തിൽ എന്തൊക്കെയോ, എന്തിനാണ് ഈ ജീവിതം എന്ന് വരെ തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ. പിന്നെ മിസ്സിൻ്റെയും സാറിൻ്റെയും ആ ഒരു ക്ലാസ്സൊക്കെ കേൾക്കുമ്പോഴാണ് ഒരു ആശ്വാസം ഉണ്ടായിരുന്നത്. പിന്നെ ഷിഫ വരെ എന്നെ കുറ്റപ്പെടുത്തി. അവൾക്ക് വരെ എന്നോട് ദേഷ്യമായി. അവൾ എൻ്റെ ബെഞ്ചിൽ ഇരിക്കാറില്ലായിരുന്നു. അങ്ങനെയൊക്കെ ആയി. അത് എന്നെ തെറ്റിദ്ധരിച്ചതിൻ്റെ പേരിൽ. എന്തായാലും തെറ്റിദ്ധാരണയെല്ലാം മാറിയല്ലോ. പാവം എൻ്റെ ഷമ്മാസ്. അവനെ ഞാൻ ഒരുപാടങ്ങ് തെറ്റിദ്ധരിച്ചു. അവനെ ഞാൻ സത്യം പറഞ്ഞാൽ വെറുത്തു പോയി എന്ന രീതിയിലായിരുന്നു. പക്ഷേ എല്ലാം അറിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നാണ്. എനിക്ക് ഷമ്മാസിനെ ശരിക്കൊന്ന് കാണണം എന്ന് തോന്നാണ്. അള്ളാഹുവേ, എല്ലാം നീ തെളിയിച്ചു തന്നല്ലോ. ചെയ്യാത്തതിൻ്റെ തെറ്റുകളെല്ലാം നീ തെളിയിച്ചല്ലോ. അത് മതി. അൽഹംദുലില്ലാ. നുസൈബ അള്ളാഹുവിനെ സ്തുതിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ബസ് വരുന്നു. ബസ്സിൽ നല്ല തിരക്കുമുണ്ട്. നുസൈബ കൈ കാണിച്ചു. അവൾ ബസ്സിൽ കയറി. നല്ല തിരക്കുണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പാടായിരുന്നു ആ ബസ്സിൽ നിൽക്കാൻ. കണ്ടക്ടർ വന്ന് നുസൈബയെ അതാ പൈസയ്ക്ക് വേണ്ടി തോണ്ടുന്നു. അവൾ ഒന്നും അറിയുന്നില്ല. അവൾ വേറെ ഏതോ ലോകത്താണ്. ഹേയ്, ഈ ലോകത്തൊന്നല്ലേ? കണ്ടക്ടർ അതാ ചൂടാകുന്നു. അപ്പോഴേക്കും അവൾ ബാഗിൻ്റെ സൈഡിൽ വെച്ച ആ ഒരു പൈസ എടുത്ത് കൊടുക്കുന്നു. സ്വപ്നം കണ്ടിരിക്കുകയാണോ? അയാളുടെ ആ ഒരു വാക്ക് ശരിക്കും നുസൈബയുടെ മനസ്സിനെ വേദനിപ്പിച്ചു. അല്ലെങ്കിലും ഞാൻ ഏതോ ഒരു ചിന്തയിലായിരുന്നു. എന്തൊക്കെയോ ഓർത്തു പോവാണ്. പഠിച്ച റബ്ബേ, ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഷമ്മാസിനെ കാണാനാവുമല്ലോ. സത്യം പറഞ്ഞാൽ നാണം തോന്നാണ് ഷമ്മാസിൻ്റെ മുഖത്തേക്ക് നോക്കാൻ. ഇന്നലെ നടന്ന സംഭവങ്ങളെല്ലാം നുസൈബ ഓർത്തു. അതെ, പാവം ഒരുപാട് എന്നോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നേരിട്ട് ഒന്ന് സംസാരിക്കണം, ഒന്ന് മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണാവോ? പഠിച്ചോനെ, പെട്ടെന്ന് ഷിഫ വന്നാൽ മതിയായിരുന്നു. ഷിഫ ഉണ്ടെങ്കിൽ പ്രശ്നമല്ല. ഷിഫ ഇല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ പേടിയാണ്. ഇനിയൊരു പക്ഷേ എന്നോട് ഷമ്മാസ് സംസാരിക്കുന്നത് തന്നെ ആരെങ്കിലും കണ്ടാൽ തന്നെ, പഠിച്ചോനെ, അതെങ്ങാനും വീട്ടിലറിഞ്ഞാൽ പിന്നെ വെച്ചേക്കൂല. ഉമ്മ പിന്നെ ക്ലാസ്സിന് തന്നെ വിടാൻ മടിയായിരിക്കും. അള്ളാഹുവേ, കാത്തു രക്ഷിക്കണേ. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അതാ അവൾ ഇറങ്ങുന്ന ആ സ്റ്റോപ്പെത്തി. കോളേജിൻ്റെ മുമ്പിലതാ എല്ലാവരും ഇറങ്ങുന്നു. ഷമ്മാസ് അവിടെ പുറത്തു തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഹിജാബിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് നോക്കാൻ നാണം വരികയാണ്. എങ്കിലും അവളൊന്ന് ആ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അറിയാതെ നോക്കി. അതെ, ഇളം ഗ്രീന് ഷർട്ടിട്ട് ബ്ലാക്ക് പാൻറ്റും ധരിച്ചുകൊണ്ട് അതാ ഷമ്മാസ് അവിടെ ഇങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അറിയാതെ നുസൈബ അതാ ഷമ്മാസിൻ്റെ ആ കണ്ണുകളിലേക്ക് നോക്കുന്നു. ശരിക്കും ഇജാബിയുടെ ആ മനോഹരമായ കണ്ണുകൾ കണ്ട ആ ഷമ്മാസ് അവൻ്റെ കൈയെടുത്ത് അവൻ്റെ ഇടതു നെഞ്ചിൽ വെച്ചു. ആ ഒരു കാഴ്ച അത് ഹിജാബി ശരിക്കും കണ്ടു. അവളുടെ മിഴികൾ നാണത്താൽ താഴ്ന്നു. അപ്പോഴേക്കും സ്റ്റാഫുകളെല്ലാം വന്ന് ഷമ്മാസിനെ എന്തോ പറഞ്ഞ് കളിയാക്കുന്നുമുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ നുസൈബക്ക് നാണം വന്നു. അവൾ തല താഴ്ത്തിക്കൊണ്ട് അതാ നേരെ കോളേജിലേക്ക് നടക്കുന്നു. ഷിഫയെ കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാറുണ്ട്. പെട്ടെന്നതാ പിന്നിൽ നിന്ന് ഷിഫ ഓടി വരുന്നു. ഡി പെണ്ണെ, അവിടെ നിൽക്ക്. എന്താടി ഷിഫ? അതെ, നമുക്ക് മൊബൈൽ ഷോപ്പിലേക്ക് ഒന്ന് കയറി നോക്കണ്ടേ? എന്തിന്? നീ അന്ന് പോടി. നമ്മളിപ്പോൾ ആവശ്യമില്ലാതെ അങ്ങോട്ട് കയറുക അല്ലടി. എന്നാലും വാ. വേണ്ട, മോശമാണടി. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, അത് പറ്റില്ലടി. അത് എത്രയോ കുട്ടികളുണ്ട്. നമ്മൾ ഈ ഒരു സമയത്ത് ആവശ്യമില്ലാതെ അവിടെ പോയിട്ട് നമുക്ക് പിന്നീട് ആക്കാം. ഓ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഷിഫയും നുസൈബയും അതാ ക്ലാസ്സിലേക്ക് പോകുന്നു. ഷമ്മാസിനോട് ആ ഒരു സമയത്ത് ഷിഫ എന്തോ കൈകൊണ്ട് കാണിക്കുകയും ചെയ്തു. എടി പെണ്ണേ, നീ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേട്ടോ, അല്ലെങ്കിൽ ഓരോ പ്രശ്നമാണ്. എന്ത് പറഞ്ഞുണ്ടാക്കണേ? ഞാനൊന്നും പറഞ്ഞുണ്ടാക്കുന്നില്ല. പക്ഷേ എന്നോട് ഷമ്മാസ് ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. എന്ത് കാര്യം പെണ്ണേ? അതെ, നിന്നെയുമായൊന്ന് ഷോപ്പിലേക്ക് വരണം. അല്ലെങ്കിൽ അവളോട് സംസാരിക്കാൻ ഒരു ചാൻസ് നീ ഉണ്ടാക്കി തരണം. ഷിഫ,
എന്ന് എന്നോട് പറഞ്ഞിരുന്നു. പഠിച്ചോനെ, എന്തൊക്കെയാ ഈ പെണ്ണ് പറയണത്? അവനോട് സംസാരിക്കാൻ ഒരു ചാൻസ് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും കാണൂലേ? കണ്ടാൽ എന്ത് മോശമാണത്. ഹൈ പെണ്ണെ, അതൊന്നും വേണ്ട കേട്ടോ. പെണ്ണെ, ഇപ്പം നിങ്ങൾ നല്ല ഹാപ്പിയിലാണ്, നല്ല സന്തോഷത്തിലാണ്. ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും അത് അകന്നകന്നില്ലാതാകും. അതുകൊണ്ട് പ്ലീസ് നുസൈബ, ദയവായി അവനെ കാണാനുള്ള ഒരു ചാൻസ് ഞാൻ ഉണ്ടാക്കിത്തരാം. ഒന്ന് സംസാരിക്കുന്നതിലെന്താ നിങ്ങൾക്ക്? ഒന്നും ഉണ്ടായിട്ടല്ലടി, പക്ഷേ എനിക്കൊരു പേടി മനസ്സിനുള്ളിൽ. ഒരു പേടിയും വേണ്ട പെണ്ണേ. നിന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളല്ലേ, നിൻ്റെ ഭർത്താവാകാനാകുന്ന ആളല്ലേ ഷമ്മാസ്. പിന്നെന്താ നിനക്ക് ഇത്ര പേടി? അല്ലടി, എന്നാലും ആളുകൾ എന്തെങ്കിലുമൊക്കെ കണ്ടു പറഞ്ഞാലേ അത് എളുപ്പമാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കിയാലേ അതാണ് എനിക്ക് പേടി. പിന്നെ അതുമല്ല, ഉമ്മ എപ്പോഴും പറയും, എപ്പോഴും ഇങ്ങനത്തെ പെൺകുട്ടികളെ കുറിച്ചും ആണുങ്ങളെ കുറിച്ചൊക്കെ. അത് എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്. ഷമ്മാസിനോട് എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷേ അവനോട് സംസാരിക്കാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണടി. അതുകൊണ്ടാണ്. നീ ഒരു പേടിയും പേടിക്കേണ്ട പെണ്ണേ. അതിനെന്താ, ഒന്ന് സംസാരിക്കണേ. എന്താ, നിൻ്റെ മുഖം ഷമ്മാസ് കണ്ടിട്ട് തന്നെയല്ല സത്യമായിട്ടും. ഒന്ന് ആ ഹിജാബ് ഒന്ന് പൊക്കി സംസാരിച്ച് നിന്നെ ഒന്ന് കാണാൻ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അവൻക്ക്. നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്ന ഒരാളാണ് ഷമ്മാസ്. ആ ഒരു ഷമ്മാസിനെ നിന്നെ ഒന്ന് കാണുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റുണ്ടായിട്ടില്ലടി, പക്ഷേ അതെങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആരുടെ മുന്നിലും നിക്കാബ് അത് അഴിക്കാറില്ല. അത് ഷമ്മാസ് ഹലാലായി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമല്ല, പക്ഷേ ഇപ്പോഴും അവൻ അന്യപുരുഷനല്ലേ. അതൊക്കെ ശരി തന്നെയാണ്. എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല, നമുക്കൊരു ചാൻസ് ഒരുക്കി കൊടുക്കണം. ഒന്നിനുമല്ല, ഒന്ന് നിങ്ങൾ കണ്ട് സംസാരിക്കാൻ, അതിനു വേണ്ടി മാത്രം കേട്ടോ. എടി നോക്കട്ടെ, ഇനി അങ്ങനെ പറയല്ലേടി. ഒരുപാട് വിഷമിച്ചതല്ലേ, ഒരുപാട് സങ്കടപ്പെട്ടതാണ്. ഇനിയെങ്കിലും നിനക്കൊരു സന്തോഷം കൊടുത്തൂടെ? കൊടുക്കാനിട്ടല്ല, ഞാൻ കൊടുക്കും. എനിക്ക് ഇഷ്ടം പോലെ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹിച്ച, എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച എല്ലാ സ്നേഹവും ഷമ്മാസിന് കൊടുക്കണം. അതാണ് ആഗ്രഹം. അവൻ ഹലാലാകട്ടെ എത്രയും പെട്ടെന്ന് എന്നിട്ട് ഇന്ന് നുസൈബ വളരെയധികം സന്തോഷത്തിലാണ്. അവളുടെ ആ കണ്ണുകൾ കണ്ടാലറിയാം. ഷിഫ പറഞ്ഞു, എടി പെണ്ണെ, നിന്നെ കാണാൻ ഇന്ന് നല്ല മൊഞ്ചായിട്ടുണ്ടല്ലോ. എന്താ ഇത്, എന്തെങ്കിലും പ്രത്യേകത? എടി, മനസ്സ് സന്തോഷിക്കുമ്പോൾ മുഖവും അത് എടുത്ത് കാണിക്കുമല്ലോ. അല്ല എങ്കിലും എന്തോ ഒന്നുണ്ട്. ആ കണ്ണുകളിലൊക്കെ സുറുമ എഴുതിയിട്ടുണ്ടല്ലേ, വെറുതെ അല്ല. കണ്ണൊക്കെ വല്ലാത്തൊരു ഭംഗി ശരിക്കും. എടി, നിൻ്റെ ആ മനോഹരമായ മുഖമൊന്ന് ഷമ്മാസിനെ ഒന്ന് കാണിച്ചു കൊടുത്തൂടെ? ഷിഫ പ്ലീസ്, അങ്ങനെയൊന്നും പറയല്ലേടി, എനിക്ക് നാണാവാണ്. എന്തിനാടി? ഇനി നല്ല രീതിയിൽ നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകണം. ഇനി നിങ്ങളുടെ സ്നേഹബന്ധം കൂടുതൽ അടുക്കണം. എന്നിട്ട് പെട്ടെന്ന് എല്ലാം റെഡി ആവണം. പെട്ടെന്ന് നിക്കാഹൊക്കെ കഴിച്ച് കല്യാണമൊക്കെ കഴിച്ച് ഷമ്മാസിൻ്റെ കൂടെയുള്ള സുഖമായ ജീവിതം നിനക്ക് ആഗ്രഹമല്ലേ നുസൈബ? എടി, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ? അതെടി, നിനക്ക് നിൻ്റെ ഒരു ജീവിതം അങ്ങനെയല്ലേ ആയത്. ഇനിയുള്ള ജീവിതമെങ്കിലും ഷമ്മാസിൻ്റെ കൂടെ നല്ല രീതിയിൽ ജീവിക്കണ്ടേ? ഷിഫ, ആഗ്രഹമുണ്ട്. പക്ഷേ ഇനിയും എന്ത് പക്ഷേ? എല്ലാം അനുകൂലമാവണ്ടേ? ഷമ്മാസിൻ്റെ ഫാമിലി എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഷിഫ? എടി, എന്താ അങ്ങനെ പറയുന്നത്? അല്ലടി, എന്തൊക്കെ തന്നെയായാലും പേരിന് ഞാനൊരു രണ്ടാം കെട്ടുകാരിയല്ലേ. അപ്പോൾ അതെങ്ങനെ അവർ സമ്മതിക്കുമോ? എൻ്റെ പൊന്നാര പെണ്ണെ, ചെക്കൻ ഇഷ്ടപ്പെട്ട പിന്നെന്താ? ചെക്കൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ നിന്നെ കെട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും എതിർത്താൽ അവൻ അതിൽ നിന്ന് പിന്തിരിയോ? ഹേയ് ഇല്ല. പിന്നെ അവൻ്റെ വീട്ടുകാരൊക്കെ നിന്നെ ഒന്ന് ശരിക്ക് കണ്ടാലേ ആരും വിടില്ല മോളെ. എല്ലാവർക്കും നിന്നെ അങ്ങ് ഇഷ്ടപ്പെടുമായിരിക്കാം. പക്ഷേ എൻ്റെ ജീവിതാനുഭവം, എൻ്റെ സ്ഥിതിഗതികൾ അറിഞ്ഞവർ അതൊരിക്കലും എനിക്ക് തോന്നുന്നില്ല. എടി പ്ലീസ്, അതിനെക്കുറിച്ചൊന്നും പറയല്ലേ. ഇനി ടെൻഷനാകരുത്. നമുക്ക് ഇൻഷാ അല്ലാ ഇന്ന് വൈകുന്നേരം ഷമ്മാസിനെ കാണാൻ പോകണം കേട്ടോ. നല്ല മോളല്ലേ. അതാ മിസ്സ് വരുന്നു. അപ്പോഴേക്കും അതാ മിസ് ക്ലാസ്സിലേക്ക് വരുന്നു. ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാ, എല്ലാവരും ഹാപ്പി അല്ലേ? അതെ മിസ്, ഹാപ്പിയാണ്.
നുസൈബ എന്തു പറയുന്നു? പഠനമൊക്കെ എങ്ങനെയാണ്? ഉഷാറല്ലേ? എന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിച്ചാലോ? ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് പെട്ടെന്ന് ആൻസർ പറയുന്നത് അവർക്ക് ഗിഫ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഷടാ മിസ്സേ, നിങ്ങൾ അങ്ങനെ പറയല്ലേ. നിങ്ങൾ എന്തൊക്കെ തന്നെ ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയുന്ന ആളിതാ അവളായിരിക്കും. ആ നെക്കാബിട്ട ആ പെൺകുട്ടി ഹിജാബി. എല്ലാവരും കൂട്ടത്തോടെ പറഞ്ഞു, അതെ അവൾ തന്നെ ആയിരിക്കും. അതുകൊണ്ട് മിസ്സേ, നിങ്ങളൊരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്നൊരു എക്സാം എന്നൊന്നും പറഞ്ഞാൽ നടക്കില്ല കേട്ടോ. എന്തൊക്കെ തന്നെയായാലും അവൾ തന്നെയാണ് ക്ലാസ്സിൽ ഫസ്റ്റ്. അത് കേട്ട് ഹിജാബിക്ക് ആകെ വിഷമായി. മിസ്സേ, എന്നാൽ നിങ്ങൾ എക്സാം എടുത്തോളൂ, എന്നാൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്നില്ല. അതെന്താ മോളെ? അല്ലേ അവർക്കൊക്കെ ഭയമാണ്. ഹേയ് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് എല്ലാവരെയും ഒരുപോലെ തന്നെയാണ്. ഒരാൾക്കായിട്ട് പ്രത്യേകിച്ച് ട്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല, ക്ലാസ് കൊടുക്കുന്നില്ല. എല്ലാവർക്കും ഒരേ ക്ലാസ്സിൽ ഒരേ ടൈമിന് അതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾ തരുന്ന ഫീസും എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഒരാൾക്കും പ്രത്യേകിച്ചൊരു ക്ലാസ് ഞാൻ കൊടുക്കുന്നേ ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ പേടിക്കാൻ കാരണം? നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ വല്ലാതെ ഇല്ലാത്തത് കൊണ്ടാണ്. പഠിക്കേണ്ട സമയത്ത് നമ്മൾ നന്നായിട്ട് പഠിക്കണം. അത് വീട്ടിൽ നിന്നാണെങ്കിലും ഇവിടെ നിന്നായാലും എങ്കിലേ രക്ഷപ്പെടുള്ളൂ. പഠിച്ചെങ്കിൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന രക്ഷപ്പെടലല്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നേടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിയായി ഹാർഡ് വർക്ക് ചെയ്യണം. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ആത്മാർത്ഥതയോടെ പഠിക്കണം, നുസൈബയെ പോലെ. അങ്ങനെ ആയാൽ വിജയം ഉറപ്പാണ്. നാം പരിശ്രമിച്ചാൽ വിജയിക്കും എന്നല്ലേ? അതുപോലെ ചെയ്യണം. മിസ്സേ, നിങ്ങൾ അവർക്ക് ചെയ്തു ഇട്ടോളൂ. മോളെ അത് സാരല്ല, എല്ലാവർക്കും ഒരുമിച്ച് തന്നെയാണ് ഞാനിവിടെ എക്സാം എടുക്കുന്നത്. മിസ്സതാ കുറച്ച് ചോദ്യങ്ങൾ പറയുന്നു, അത് ആൻസർ ചെയ്യണം. ഓക്കെ? എല്ലാവർക്കും ഉറപ്പായി? ഇല്ല, ഒരിക്കലും കിട്ടില്ല നമ്മൾക്കൊന്നും. മിസ്സ് നല്ല ടഫുള്ള വേർഡ്സൊക്കെ അതുപോലെ ടഫുള്ള ഭാഗങ്ങളൊക്കെ നമ്മോട് പറയുള്ളൂ. അതൊന്നും ഒരിക്കലും മക്കളെ നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട. ഏറ്റവും സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഞാൻ തരുന്നുള്ളൂ. അതെങ്കിലും നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. കാരണം എക്സാമിന് ഉറപ്പായ കാര്യങ്ങളാണ് ഇതൊക്കെ. പലവട്ടം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്. തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യനായിട്ടും ആൻസറായിട്ടും ഒക്കെ വരും. അതൊക്കെ എങ്ങനെയായാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതല്ലേ. നിങ്ങളത് നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ലഭിക്കുള്ളൂ. ഓക്കെ, സ്റ്റാർട്ട്. അതാ മിസ്സ് ചോദ്യങ്ങൾ ഓരോന്നായി പറയുന്നു. ക്ലാസ്സിൽ ചെറുതായിട്ട് ഒരു മുറുമുറുപ്പ് ഉണർന്നു. അതെന്തായാലും അവൾക്ക് തന്നെ. പക്ഷേ നുസൈബ അതാ ക്വസ്റ്റ്യൻസ് എഴുതിയതിന് നേരെ ആൻസർ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൾ അറിഞ്ഞിട്ടും അത് അറിയാത്ത പോലെ എന്തോ എഴുതി വെച്ചു. എല്ലാവരുടെയും എക്സാം കഴിഞ്ഞ് അതാ പേപ്പർ കളക്ട് ചെയ്യുന്നു. ആദ്യം തന്നെ മിസ്സ് നോക്കിയത് നുസൈബയുടെ ആ ഒരു പേപ്പറാണ്. നുസൈബ, ഇതെന്ത് പറ്റി? മിസ്സേ, ഒന്നുമില്ല. എല്ലാവരും നല്ല ഒരുപാട് പേരൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അത് നോക്കിയിട്ട് മിസ്സ് പറഞ്ഞു, ആഹാ, ഇന്ന് പലരും നുസൈബയെ കടത്തി വെട്ടിയിട്ടുണ്ടല്ലോ. ആഹാ, ഷിഫ, നിനക്കും ഉണ്ടല്ലോ നല്ല ഉന്നത മാർക്ക്. എന്തു പറ്റി? അല്ല നുസൈബ, എന്തു പറ്റി? ഞാൻ വിചാരിച്ച രീതിയിലുള്ള പെർഫോമൻസ് ഇതിൽ കാണുന്നില്ലല്ലോ. മിസ്സേ, എനിക്ക് പറയൂ, എന്തായാലും പറയൂ. എനിക്ക് എല്ലാത്തിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു തരാം. എനിക്കറിയാം. പക്ഷേ ഒരിക്കലെങ്കിലും എൻ്റെ ഫ്രണ്ട്സുകൾ എൻ്റെ മുമ്പിൽ വിജയിക്കട്ടെ. എന്നും ഞാൻ വിജയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു കാര്യത്തിലെങ്കിലും അവർ സന്തോഷിക്കട്ടെ. എന്താ മോളെ നുസൈബ നീ ഇങ്ങനെ എന്നാ പറഞ്ഞേ? മിസ്സ് ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും അതാ ഉത്തരം പറയുന്നു. മറ്റുള്ള കുട്ടികൾക്ക് അത് വലിയൊരു സന്തോഷമായി. നുസൈബയെ ഞങ്ങൾ താഴ്ത്തിക്കെട്ടി, അവൾ തോറ്റിരിക്കുന്നു എന്നുള്ള രീതിയിൽ. പക്ഷേ എല്ലാം അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ജസ്റ്റ് അറിയാത്ത രീതിയിൽ എഴുതി വെച്ചതായിരുന്നു. മിസ്സിനെല്ലാം മനസ്സിലായി. മോളെ, നിൻ്റെ മനസ്സ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എല്ലാവരും ഒന്നാം സ്ഥാനത്തിന് വേണ്ടി ബൈഹാർട്ട് ചെയ്ത് എല്ലാവരും പരിശ്രമിക്കുമ്പോൾ നിൻ്റെ മനസ്സ് വല്ലാത്തൊരു മനസ്സ് തന്നെയാണ് കേട്ടോ. കൺഗ്രാജുലേഷൻസ്. മിസ്സതാ നുസൈബക്ക് കൈ കൊടുക്കുന്നു. അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട്. എന്തപ്പോൾ അവൾക്ക് മാർക്ക് കുറഞ്ഞിട്ടാണോ?
അങ്ങനെയൊക്കെ കൊടുക്കുന്നത്? ഷിഫയുടെ ആ ഒരു പേപ്പർ കണ്ട് ശരിക്കും അതാ ടീച്ചർ ഞെട്ടിപ്പോയി. വാവ്, ഫാൻറ്റാസ്റ്റിക് ഷിഫ, നല്ല മാർക്കാണ് ഷിഫ വാങ്ങിയിട്ടുള്ളത്, കൺഗ്രാജുലേഷൻസ്. ഷിഫ അതാ പുഞ്ചിരിക്കുന്നു. ഷിഫയുടെ ആ ഒരു പുഞ്ചിരി നുസൈബയെ ശരിക്കും മനസ്സിൽ സന്തോഷിപ്പിച്ചു. ഹോ ഭാഗ്യം, ഒരിക്കലെങ്കിലും അവൾ എൻ്റെ മുമ്പിൽ ജയിക്കണം. എല്ലാ പ്രാവശ്യവും എൻ്റെ എല്ലാ ഫ്രണ്ട്സും എൻ്റെ മുമ്പിൽ തോൽക്കാറുള്ളൂ. ഇന്ന് അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ദിവസം വിട്ടുകൊടുത്തിരിക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടുമല്ല, ഇന്നെനിക്ക് സന്തോഷമുള്ള ദിവസമാണ്. എൻ്റെ ഷമ്മാസ് എന്നോട് കൂടുതൽ എനിക്ക് സന്തോഷം നൽകിയ ദിവസമാണ്. വൈകുന്നേരം പറ്റുമെങ്കിൽ ഷമ്മാസിനെ ഒന്ന് കാണണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സന്തോഷം കൊണ്ട് എല്ലാവർക്കും സന്തോഷമാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമിന് തോറ്റു കൊടുത്തത്. എക്സാം കഴിഞ്ഞ് മിസ്സ് പോയി. ഷിഫ അതാ നുസൈബയോട് പറഞ്ഞു, ഡി നുസൈബ പെണ്ണെ, എനിക്കെടി ഫുൾ മാർക്ക് കിട്ടി, ആദ്യമായിട്ടാണത്. എന്ത് പറ്റി നുസൈബ നിനക്ക്? ഹെഡി അതൊന്നുമില്ല, നിങ്ങൾക്കൊക്കെ കിട്ടട്ടെ നല്ല മാർക്ക്. എന്ത് പറ്റിയടി, സത്യം പറ. സത്യം പറഞ്ഞു എന്നോട്, നിനക്ക് എല്ലാത്തിൻ്റെ ആൻസറായ അതെനിക്കറിയാം. എന്തുകൊണ്ട് നീ എഴുതിയില്ല? നുസൈബ പറയടി. ഷിഫ അതൊന്നുമില്ലടി, എല്ലാവരും ജയിക്കണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടി ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറാണ്. നമ്മുടെ എല്ലാ ഫ്രണ്ട്സും നല്ല മാർക്കോട് കൂടി വിജയിക്കണം. എൻ്റെ മനസ്സിൽ അതാണ് ആഗ്രഹം. എന്നാലും ഇടി അറിയുന്നു നീ എഴുതാതെ നിന്നത് മോശമായി. പഠിച്ചോനെ, പബ്ലിക് എക്സാമിനെങ്ങാനും നീ ഇത് എഴുതാതിരുന്നാലുണ്ടല്ലോ. ഇല്ല, അന്ന് എഴുതണം ഇൻഷാ അല്ലാ. എല്ലാം അറിയാടി, എല്ലാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ തോറ്റു കൊടുക്കുന്നത് ഒരാളുടെ സന്തോഷത്തിന് ഇടവരുത്തുകയാണെങ്കിൽ അതല്ലേ നല്ലത്. എൻ്റെ പൊന്നാരൻ നുസൈബ, നിൻ്റെ മനസ്സ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ പിന്നെ അതൊക്കെ അവിടെ വെക്കട്ടെ, ഇന്ന് വൈകുന്നേരം കേട്ടോ. എന്തൊക്കെ തന്നെയായാലും നമുക്ക് ഷോപ്പിലേക്ക് പോകണം. അഥവാ നീ പോകുന്ന ബസ് അത് പോകും, പ്രശ്നമല്ല. ഞാൻ നിൻ്റെ കൂടെ വരും അടുത്ത ബസ്സിന്, അല്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചിട്ടെങ്കിലും ഞാൻ നിൻ്റെ കൂടെ വന്നിരിക്കും. അതിന് വേണ്ടിയിട്ട് നീ ഒന്ന് കരുതണം. നീ വിചാരിച്ചാൽ എല്ലാം നടക്കും, ഉറപ്പല്ലേ? മനമില്ലാ മനസ്സോടുകൂടി അതാ ഷമ്മാസിനെ കാണണമെന്ന ആ ഒരു ഷിഫയുടെ ആഗ്രഹം. ഷമ്മാസും നുസൈബയും ഒന്നാവണം എന്ന ആഗ്രഹത്തിന് വേണ്ടി അതാ ഷിഫ കാത്തിരിക്കുന്നു. അവളുടെ കൈയടിച്ച് പ്രോമിസ് ചെയ്തു, ഉറപ്പല്ലേ പെണ്ണെ, നമുക്കിന്ന് വൈകുന്നേരം ഷമ്മാസുമായി ഒരു മീറ്റ്. ഒന്നുമില്ല, ഞാനല്ല നിൻ്റെ കൂടെ, പിന്നെ നീ എന്തിനെ പേടിക്കുന്നത്? അത് എവിടെ വെച്ചാണെങ്കിലും ഓക്കെ. നുസൈബാദ മനമില്ല മനസ്സോടുകൂടി അത് സമ്മതിക്കുന്നു. ഏകദേശം വൈകുന്നേരം ആയി തുടങ്ങുമ്പോൾ അതാ ഹിജാബിയുടെ മനസ്സ് വല്ലാതെ അങ്ങ് വിറക്കുന്നു, കൈകാലുകൾ വിറക്കുന്ന പോലെ. പഠിച്ചവനെ, ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇന്നിപ്പോഴതാ ഷമ്മാസിൻ്റെ മുമ്പിലേക്ക് അവനൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഷിഫയുടെ കൂടെ പോകാനുള്ള ആ ഒരു തയ്യാറെടുപ്പാണ്. എന്തൊക്കെയോ കുറ്റബോധം തോന്നുന്നു. പഠിച്ചവനെ, പാടുണ്ടോ, ഇതൊരു തെറ്റല്ലേ എന്നൊക്കെ. എന്തൊക്കെ തന്നെയായാലും അതാ ഷിഫയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ പോകുവാൻ വേണ്ടി ഒരുങ്ങുന്നു. ഇന്ന് സ്കൂൾ വിട്ടാൽ ഷിഫയുടെ കൂടെ ഞാൻ ഇറങ്ങുകയാണ് ഷമ്മാസിനെ കാണാൻ. അത് എവിടെയാണാവോ അവൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് നുസൈബ അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇൻഷാ അല്ലാ, എവിടേക്കാണ് അവർ പോകുന്നത്, അല്ലെങ്കിൽ എവിടെ വെച്ചാണ് മീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.